ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ശംഷാബാദ് രൂപതയുടെ 3ാം വാർഷിക ആഘോഷങ്ങളിലെ 2ാം ദിവസമായ ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവവചനത്തെയും ദൈവവിളിയെയും പറ്റിയാണ്. മാമോദീസായിലൂടെ ക്രിസ്ത്യാനിയായിരിക്കുക എന്നത് തന്നെ ഒരു ദൈവവിളിയാണ്. നമുക്കറിയാം, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലെ പൗരോഹിത്യം, വിവാഹ ജീവിതം, സന്യസ്ത ജീവിതം, ഏകസ്ഥ ജീവിതം, ഇങ്ങനെ 4 ദൈവവിളികളിലൂടെയാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം പോകുന്നത്. ഇതിലേതെങ്കിലും ഒരു ജീവിത അവസ്ഥയിലായിരിക്കും നമ്മളിപ്പോൾ. എന്തു തന്നെയായാലും ക്രിസ്തുവിൻ്റെ രാജകീയ, പ്രവാചക, പൗരോഹിത്യ വിളികളിൽ നാം എല്ലാവരും നമ്മുടെയൊക്കെ ജീവിതാന്തസ്സിലൂടെ അവിടത്തേക്ക് ഉത്തരം നൽകുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ നാം ഉത്സാഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ദൈവവിളികളും ദൈവവചനത്തിൽ അധിഷ്ഠിതമാണ്. ക്രിസ്തുവിൻ്റെ രാജകീയ, പൗരോഹിത്യ, പ്രവാചക ദൗത്യത്തിൽ നാം വിവിധങ്ങളായ ജീവിത രീതികളിലൂടെ, വിവിധങ്ങളായ ജീവിതാവസ്ഥകളിലൂടെ നാം പങ്കുചേരുന്നു. അബ്രാഹത്തിൻ്റെ വിളി മുതൽ ഇന്നുവരെ ദൈവം തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ച് വിവിധങ്ങളായ ഉത്തരവാദിത്വങ്ങൾ സഭയിൽ നൽകുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം ഒത്തിരിയേറെ പ്രാവശ്യം കർത്താവ് വിവിധ സമൂഹങ്ങളെ, വ്യക്തികളെ വിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് നമ്മൾ 3 തിരുവചന ഭാഗങ്ങൾ വായിക്കാനും ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും അതനുസരിച്ച് ക്രമപ്പെടുത്താനും പോവുകയാണ്. 1, ലേവ്യരുടെ പുസ്തകത്തിൽ നിന്ന് ലേവ്യരെ വിളിച്ച് കർത്താവിൻ്റെ പൗരോഹിത്യത്തിന് വേണ്ടി അവരെ ഒരുക്കുന്നതും. 2, സാമുവേൽ പ്രവാചകനെ വിളിക്കുന്നതും. 3, ദാവീദ് രാജാവിനെ വിളിക്കുന്നതുമായ ഭാഗങ്ങളാണ് നമ്മൾ വായിക്കാനും ധ്യാനിക്കാനും പോകുന്നത്. 3 ഭാഷകളിലായാണ് നാം ഇത് കേൾക്കുക. മലയാളം നമ്മുടെ സഭയുടെ പാരമ്പര്യത്തെ ഓർമ്മിപ്പിക്കുമ്പോൾ ഹിന്ദി ഇന്ത്യയിലുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തെയും, ഇംഗ്ലീഷ് ലോകം മുഴുവൻ ദൈവത്തിൻ്റെ രാജ്യം വ്യാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയെയും കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഭക്തിപൂർവ്വം, ശ്രദ്ധാപൂർവം തിരുവചന ഭാഗങ്ങൾ വായിച്ചു കേൾക്കാം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ലേവി ഗോത്രത്തെ കൊണ്ടുവന്ന് അഹ്റോന്റെ ശുശ്രൂഷയ്ക്ക് നിയോഗിക്കുക. അവർ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം സമാഗമ കൂടാരത്തിനു മുമ്പിൽ അഹ്റോനും സമൂഹത്തിനും വേണ്ടി സേവനമനുഷ്ഠിക്കട്ടെ. സമാഗമ കൂടാരത്തിലെ വസ്തുക്കളുടെ മേൽനോട്ടവും അവർക്കായിരിക്കും. കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം ഇസ്രായേൽ ജനത്തിനും അവർ സേവനം ചെയ്യണം. ലേവ്യരെ അഹ്റോനും പുത്രന്മാർക്കും വേണ്ടി നിയോഗിക്കുക. ഇസ്രായേൽ ജനത്തിൽ നിന്ന് അഹ്റോന് പൂർണ്ണമായും നൽകപ്പെട്ടവരാണ് ഇവർ. നീ അഹ്റോനെയും പുത്രന്മാരെയും പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി അധികാരപ്പെടുത്തുകയും അവർ അത് അനുഷ്ഠിക്കുകയും ചെയ്യണം. മറ്റാരെങ്കിലും വിശുദ്ധ വസ്തുക്കളെ സമീപിച്ചാൽ അവരെ വധിക്കണം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഇസ്രായേലിലെ ആദിജാതന്മാർക്ക് പകരം ഞാൻ ലേവ്യരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവർ എനിക്കുള്ളവരാണ്. എന്തെന്നാൽ കടിഞ്ഞൂൽ പുത്രന്മാരെല്ലാം എൻ്റേതാണ്. ഈജിപ്തുകാരുടെ ആദിജാതന്മാരെ നിഗ്രഹിച്ചപ്പോൾ ഇസ്രായേലിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂൽ സന്താനങ്ങളെ എനിക്കായി ഞാൻ മാറ്റി നിർത്തി. അവർ എൻ്റെ സ്വന്തമാണ്. ഞാനാണ് കർത്താവ്. युवक सैमुअल एलिया के निरीक्षण में प्रभु की सेवा करता था. उस समय प्रभु की वाणी बहुत कम सुनाई पड़ती थी और उसके दर्शन भी दुर्बल थे. किसी दिन ऐसा हुआ कि एलिया अपने कमरे में लेटा हुआ था. उसकी आंखें इतनी कमज़ोर हो गई थी कि वह देख नहीं सकता था. प्रभु का दिव्य
उस समय तक बुझा नहीं था और सैमुअल प्रभु के मंदिर में जहाँ ईश्वर की मंजूषा रखी हुई थी सो रहा था। प्रभु ने सैमुअल को पुकारा। उसने उत्तर दिया, मैं प्रस्तुत हूँ। और एलिया के पास दौड़ कर कहा, आपने मुझे बुलाया है, इसलिए आया हूँ। एलिया ने कहा, मैंने तुमको नहीं बुलाया, जाकर सो जाओ। वह लौट कर लेट गया। प्रभु ने फिर सामुएल को पुकारा। उसने एलिया के पास जाकर कहा, आपने मुझे बुलाया है, इसलिए आया हूँ। एलिया ने उत्तर दिया, बेटा, मैंने तुमको नहीं बुलाया, जाकर सो जाओ। सैमुएल प्रभु से परिचित नहीं था। प्रभु कभी उससे नहीं बोला था। प्रभु ने तीसरी बार सैमुएल को पुकारा। वह उठकर एलिया के पास गया और उसने कहा, आपने मुझे बुलाया, इसलिए आया हूँ। तब एलिया समझ गया कि प्रभु युवक को बुला रहा है। एलिया ने सैमुएल से कहा, जाकर सो जाओ। यदि तुमको फिर बुलाया जाएगा तो यह कहना, प्रभु बोलो, तेरा सेवक सुन रहा है। सैमुएल गया और अपने जगह लेट गया। Samuel did what Yahweh ordered and went to Bethlehem. The elders of the town came trembling to meet him and asked, Sir, is your coming favorable for us? Yes, he replied, I have come to sacrifice to Yahweh. Purify yourselves and come with me to sacrifice. He purified Jesse and his sons and invited them to the sacrifice. When they arrived, he looked at Eliab and thought, this must be Yahweh's anointed now before him. But Yahweh said to Samuel, take no notice of his appearance or his height, for I have rejected him. God does not see as human beings see. They look at appearances, but Yahweh looks at the heart. Jesse then called Abinadab and presented him to Samuel, who said, Yahweh has not chosen this one either. Jesse then presented Shammah, but Samuel said, Yahweh has not chosen this one either. Jesse thus presented 7 of his sons to Samuel. But Samuel said to Jesse, Yahweh has not chosen these. He then asked Jesse, are these all the sons you have? Jesse replied, there is still one left, the youngest. He is looking after the sheep. Samuel then said to Jesse, send for him, for we shall not sit down to eat until he arrives. Jesse had him sent for. He had ruddy cheeks with fine ears and an attractive appearance. Yahweh said, get up and anoint him. He is the one. At this, Samuel took the horn of oil and anointed him, surrounded by his brothers. And the Spirit of Yahweh seized on David from that day onwards. Samuel, for his part, set off and went to Ramah. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നുണ്ട്. അവൻ തൻ്റെ അടുത്തേക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചു. പൗരോഹിത്യം എന്നുള്ളത് കർത്താവിനെ തനിക്കിഷ്ടപ്പെട്ടവരെ വിളിക്കുന്നതാണ്. വിളിക്കപ്പെടുന്നവൻ്റെ യോഗ്യതയോ ബലമോ അവിടെ പ്രസക്തമല്ല. കർത്താവിന് ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരെയാണ് അവൻ തൻ്റെ പൗരോഹിത്യത്തിലേക്ക് ക്ഷണിക്കുന്നത്. അവൻ എപ്രകാരമുള്ളവരെയാണ് ക്ഷണിക്കുന്നത് എന്ന് വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 6 മുതൽ 29 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ലോകത്തിൽ വിജ്ഞാനികളായവരെ ലജ്ജിപ്പിക്കാനായി ഭോഷരെയാണ് അവൻ തിരഞ്ഞെടുത്തത്.
വൃദ്ധനായ അബ്രാഹവും വിക്കനായ മോശയും ഇടയ ചെറുക്കനായ ദാവീദുമൊക്കെ അവൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ ലോകത്തിൽ ഭോഷരായവരെ തെരഞ്ഞെടുത്ത് ലോകത്തിൽ തന്നെ അതിശക്തന്മാരാക്കി തീർക്കുന്നത് ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലാണ്. അർഹതയില്ലാതിരുന്നിട്ടും വിളമ്പുന്ന കരുണയുടെ സൽക്കാരമാണല്ലോ പൗരോഹിത്യം. യോഗ്യതയേക്കാൾ അയോഗ്യതയുടെ മുൾച്ചെടികൾ ഇടതൂർന്നു നിൽക്കുന്ന ഞങ്ങളുടെ ജീവിതത്തെ നിന്റെ അനുഗ്രഹങ്ങളുടെ നല്ല നിലങ്ങളാണ് ഈ പൗരോഹിത്യ ജീവിതത്തെ ഫലദായകമാക്കുന്നത്. പൗരോഹിത്യ ദൗത്യത്തിന് ത്രിവിധ തലങ്ങളുണ്ട്: പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക. ഇന്ന് ശംഷാബാദ് രൂപതയിൽ 135ഓളം വൈദികർ തങ്ങളുടെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ കർമ്മഭൂമിയായി തിരഞ്ഞെടുത്ത് ക്രിസ്തുവിനായി ബലി അർപ്പിക്കുകയും ജനത്തിനായി ബലിയാവുകയും ചെയ്യുകയാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: അനേകരിൽ നിന്നും ക്രിസ്തുവിനാൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് പുരോഹിതരും സമർപ്പിതരും. ക്രിസ്തു ഇന്ന് ദൈവജനത്തോട് സംസാരിക്കുന്നത് പുരോഹിതരുടെയും സമർപ്പിതരുടെയും അധരങ്ങളിലൂടെയാണ്. ക്രിസ്തു തൻ്റെ ജനത്തിൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്നതും അവർക്ക് വേണ്ടി ബലി അർപ്പിക്കുന്നതും അവരിലൂടെയാണ്. പുരോഹിതരുടെയും സമർപ്പിതരുടെയും ഹൃദയം വഴിയാണ് അവിടുന്ന് ഈ ലോകത്തെ സ്നേഹിക്കുന്നത്. യേശുവിൻ്റെ കരുണ ദൈവജനത്തിൻ്റെ പക്കലേക്ക് എത്തുന്നത് പുരോഹിതരുടെയും സമർപ്പിതരുടെയും കരങ്ങളിലൂടെയാണ്. അവരുടെ പ്രയത്നം വഴിയാണ് ക്രിസ്തു തൻ്റെ ജനത്തെ രക്ഷിക്കുന്നത്. ലോകത്തിനിന്ന് വൈദികരും സന്യാസ സമർപ്പിതരും അവശ്യമായി തീർന്നിരിക്കുന്ന സമയമാണ്. അമിതമായ സാങ്കേതിക വിദ്യയിലുള്ള ആശ്രയവും പരിധിയില്ലാത്ത സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളുടെ ഉപയോഗവും ആധുനിക സമൂഹത്തെ ഒരു തരം നിസ്സംഗതയിലേക്കും നിരീശ്വരത്വത്തിലേക്കും വഴി നടത്തുന്നുണ്ട്. ഇത്തരം ജീവിത ശൈലികൾ മൂല്യങ്ങളില്ലാത്തതും കുടുംബത്തോടും സമൂഹത്തോടും കടപ്പാടുകളില്ലാത്തതുമായ ഒരു തലമുറയെ രൂപപ്പെടുത്തുകയാണ്. സോദോം ഗൊമോറ ദേശങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ കുറച്ച് നീതിമാന്മാരുടെയെങ്കിലും സാന്നിധ്യം പിതാവായ ദൈവം അന്വേഷിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ അപഭ്രംശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സമൂഹത്തിന് നേരായ വഴി തെളിക്കാൻ മൂല്യമുള്ള സമർപ്പിത ദൈവവിളികൾ നമുക്ക് ആവശ്യമല്ലേ? ക്രിസ്തുവിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കർത്തവ്യങ്ങൾക്കും മുൻപ് അവിടുന്ന് പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കാറുണ്ട്. അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപും അവൻ ഒരു രാത്രി മുഴുവൻ തൻ്റെ പിതാവുമായി ഗാഠമായ പ്രാർത്ഥനയിൽ ചിലവഴിച്ചു. ലൂക്ക 6:12. ഏകാന്തതയിൽ തൻ്റെ പിതാവിൻ്റെ ഹിതം ആരായുകയും തിരഞ്ഞെടുക്കപ്പെടുന്നവർ ലോകത്തിൻ്റെ തന്ത്രങ്ങൾക്കനുസരിച്ചുള്ളവരാകാതെ പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിനെ അനുസരിച്ചുള്ളവരാകുവാൻ അവൻ പ്രാർത്ഥിച്ചു. നമ്മുടെ രൂപതയിൽ ആകെ 26 വൈദികാർത്ഥികൾ പരിശീലനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ബ്രദർ മേരിദാസ് കുളങ്ങരയും ബ്രദർ സ്റ്റെബിൻ പൊന്തേക്കിനും ഡീക്കൻ പട്ടം സ്വീകരിച്ച് തിരുപ്പട്ട സ്വീകരണത്തിനായി അവസാനവട്ട പരിശീലനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രൂപതയ്ക്ക് നല്ല ദൈവവിളികൾ ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേണം. ഏലി പ്രവാചകൻ സാമുവേലിനെ തന്നെ വിളിക്കുന്നത് തമ്പുരാനാണെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തതുപോലെ പുതിയ നിയമഗ്രന്ഥത്തിൽ സ്നാപക യോഹന്നാൻ തൻ്റെ ശിഷ്യർക്ക് ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തതുപോലെ നമ്മുടെ യുവതി യുവാക്കൾക്ക് അവരുടെ ദൈവവിളി എന്താണെന്നും ഏതാണെന്നും വ്യക്തതയോടെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നിത്യപുരോഹിതനായ ഈശോയ്ക്ക് ജന്മം നൽകുകയും അവനെ വളർത്തി വലുതാക്കുകയും ചെയ്ത പരിശുദ്ധ അമ്മയെ പോലെ, പ്രേക്ഷിത തീഷ്ണതയാൽ ചൊരിച്ച വിശുദ്ധ തോമാസ് ലീഹായെ പോലെ നമുക്കും പ്രാർത്ഥനയിലും പ്രേക്ഷിത തീഷ്ണതയിലും വളരുകയും മറ്റുള്ളവർക്ക് പ്രചോദനമാവുകയും ചെയ്യാം. നല്ല ദൈവവിളികൾ കണ്ടെത്തുവാനും പ്രോത്സാഹിപ്പിക്കുവാനും സർവശക്തൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടുകൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. ജീവിക്കുന്നു ദൈവം ജീവിക്കുന്നു, എന്നും എന്നും ദൈവം ജീവിക്കുന്നു. ജീവിക്കുന്നു ദൈവം ജീവിക്കുന്നു, എന്നും എന്നും ദൈവം ജീവിക്കുന്നു. ജീവൻ നേകുന്നു വചനം, സത്യമാർഗം നൽകുന്നു വചനം, മനുജനായി തീർന്ന വചനം, യേശുവല്ലോ ജീവവചനം. നിത്യജീവൻ നേകുന്നു വചനം, സത്യമാർഗം നൽകുന്നു വചനം, മനുജനായി തീർന്ന വചനം, യേശുവല്ലോ ജീവവചനം. രക്ഷ നൽകും യേശുവേ ഹല്ലേലൂയ പാടാം, ജീവിക്കുന്ന ദൈവപുത്ര നിന്നെ ഞങ്ങൾ വാഴ്ത്താം. രക്ഷ നൽകും യേശുവേ ഹല്ലേലൂയ പാടാം, ജീവിക്കുന്ന ദൈവപുത്ര നിന്നെ ഞങ്ങൾ വാഴ്ത്താം. ജീവിക്കുന്നു യേശു ജീവിക്കുന്നു, ഇന്നുമെന്നും യേശു ജീവിക്കുന്നു. ജീവിക്കുന്നു യേശു ജീവിക്കുന്നു, ഇന്നുമെന്നും യേശു ജീവിക്കുന്നു. കാരുണ്യത്തിൻ ദിവ്യവചനം, പാപം നീക്കും പുണ്യവചനം, ആനന്ദത്തിൻ ധന്യവചനം, ആത്മനല്ലോ സ്നേഹവചനം. കാരുണ്യത്തിൻ ദിവ്യവചനം, പാപം നീക്കും പുണ്യവചനം, ആനന്ദത്തിൻ ധന്യവചനം, ആത്മനല്ലോ സ്നേഹവചനം. ശക്തി നൽകും ആത്മനെ ഹല്ലേലൂയ പാടാം, നിത്യനാകും സ്നേഹമേ നിന്നെ ഞങ്ങൾ വാഴ്ത്താം. ശക്തി നൽകും ആത്മനെ ഹല്ലേലൂയ
സ്നേഹമേ നിന്നെ ഞങ്ങൾ വാഴ്ത്താം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. ജീവിക്കുന്നു ദൈവം ജീവിക്കുന്നു, എന്നുമെന്നും ദൈവം ജീവിക്കുന്നു. എസെക്കിയേൽ പ്രവാചകന പുസ്തകം 36-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്: ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസല ഹൃദയം നൽകും. ഈ വചനം തന്നെ എസെക്കിയേൽ പ്രവാചകന പുസ്തകം 11-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും, ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും. നസ്രായനായ ഈശോയെ, കടലോളം വറ്റാത്ത കരുണയുടെ ഉറവിടമേ, അങ്ങേ തിരുഹൃദയത്തിലെ നിലയ്ക്കാത്ത കരുണ ഞങ്ങളുടെ മേലും ഈ ലോകം മുഴുവൻ്റെ മേലും, പ്രത്യേകിച്ച് ഞങ്ങളുടെ രൂപതയുടെ മേലും ഞങ്ങളുടെ റീജൻ്റെ മേലും ചൊരിയണമേ. ഈ ഭൂമിയിൽ അങ്ങ് ദാനമായി തന്ന ഈ കൊച്ചു ജീവിതം അങ്ങേ തിരുഹിതത്തിനനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ അങ്ങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ആമീൻ. സങ്കീർത്തനം 68-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: ദൈവം ഉണർന്ന് എഴുന്നേൽക്കട്ടെ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അവിടുത്തെ ദേഷിക്കുന്നവർ അവിടുത്തെ തിരുമുമ്പിൽ നിന്ന് ഓടിപ്പോകട്ടെ. ഈ പ്രസ്തുത വചനം തന്നെ സങ്കീർത്തനം 10-ാം അധ്യായം 35-ാം വാക്യത്തിലും നാം കണ്ടുമുട്ടുകയാണ്. കർത്താവേ ഉണരുക, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അങ്ങയെ ദേഷിക്കുന്നവർ ചിതറിപ്പോകട്ടെ. സ്നേഹസ്വരൂപനായ ദൈവമേ, ഈ സമയം ഞങ്ങളുടെ രൂപതയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. നാളിതുവരെ ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തിയ നല്ല തമ്പുരാന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നതോടൊപ്പം തന്നെ വളരെ പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം ഞങ്ങളുടെ രൂപതയെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 40:13 നമ്മളിങ്ങനെ വായിക്കുന്നു: കർത്താവെ, എന്നെ മോചിപ്പിക്കുവാൻ കനിവുണ്ടാവണമേ. കർത്താവെ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. സങ്കീർത്തനങ്ങൾ 70:1 ഇതേ വചനം തന്നെ നമ്മൾ വായിക്കുന്നു: ദൈവമേ, എന്നെ മോചിപ്പിക്കുവാൻ ദയ തോന്നണമേ. കർത്താവെ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ രൂപതയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രൂപതയുടെ മക്കളായ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അവിടുത്തെ സംരക്ഷണത്തിൻ്റെ കീഴിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഈ കാലഘട്ടം ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ മക്കൾ വിവിധ ഇടങ്ങളിലായിക്കൊണ്ട് ഒരുപാട് ആകുലതകളിലൂടെയും ഒരുപാട് വിഷമതകളിലൂടെയും കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ്. അവരുടെ കൈകളിലൂടെയാണ് അവിടുന്ന് നിരവധിയായ രോഗികൾക്ക് സൗഖ്യം നൽകുന്നതും. എന്നാൽ അവരുടെ കുടുംബത്തെ ഓർത്തും കുഞ്ഞുമക്കളെ ഓർത്തുമൊക്കെ അവരൊരുപാട് സങ്കടത്തിലൂടെ ഈ കാലഘട്ടത്തിൽ കടന്നു പോകുന്നുണ്ട്. നാളെക്കുറിച്ചുള്ള ചിന്തകൾ, ഒരുപക്ഷെ പ്രത്യാശ നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ പോലും
ഞങ്ങളുടെ മക്കൾക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഞങ്ങളുടെ രൂപതയുടെ കീഴിലുള്ള എല്ലാ ആരോഗ്യ മേഖലകളിലും പ്രവർത്തിക്കുന്ന മക്കളെയും ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ ശക്തിപ്പെടുത്തണമേ. അവരുടെ കരങ്ങൾ സൗഖ്യദായകമാകട്ടെ. അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും ഒരു വലിയ പ്രത്യാശ നൽകിക്കൊണ്ട് അവരുടെ കൂടെ ഉണ്ടാവണമേ. അവരുടെ കുടുംബാംഗങ്ങളെ എല്ലാം സംരക്ഷിക്കണമേ. കുഞ്ഞുമക്കളെയെല്ലാം അവിടുന്ന് പൊതിഞ്ഞ് സൂക്ഷിക്കണമേ. അവരുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളെയും അവരുടെ ജീവിതത്തിൻ്റെ ഉത്കണ്ഠകളെയും എല്ലാം അവിടുന്ന് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതായി ഞങ്ങൾ അറിയുന്നു. അവിടുത്തെ കൃപാവരത്തിൻ്റെ സമൃദ്ധിയിൽ അവരെ പ്രത്യേകമായി സംരക്ഷിക്കണമേ എന്ന് കർത്താവെ ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. വളരെ വേഗം ഈ മഹാമാരിയിൽ നിന്നെല്ലാം വിമുക്തമായി ഞങ്ങൾ ഒരുമിച്ച് അനവരതം അങ്ങേ സ്തുതിക്കാൻ ഇടയാകത്തക്ക വിധത്തിൽ ഞങ്ങളുടെ രൂപതയിലുള്ള എല്ലാ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന മക്കളെയും പ്രത്യേകമായി സജ്ജമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് വേഗം ഇടപെട്ട് ഞങ്ങളുടെ ജീവിതത്തെ സൗഖ്യദായകമായ അവിടുത്തെ കരങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് എല്ലാ പ്രതീക്ഷകളും നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36 അധ്യായം 27 വാക്യത്തിലും 37 അധ്യായം 14 വാക്യത്തിലും നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. ദൈവാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് ദൈവികതമനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈശോ ഈ ലോകം വിട്ടു പോകുന്നതിന് മുമ്പ് എൻ്റെ സഹായകനെ ഞാൻ നിങ്ങൾക്ക് നൽകുമെന്നുള്ള വാഗ്ദാനം ലോകത്തിന് നൽകിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുവാനായിട്ട്, പരിശുദ്ധാത്മാവിന്റെ ഹിതമനുസരിച്ച് ദൈവികതമനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ രൂപതയെ ദൈവതിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. രൂപതയിൽ അജപാന ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരിലൂടെ ഈ രൂപത മുഴുവനെയും ദൈവതിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വൈദികരും പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരിക്കുവാനായിട്ട്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ജീവിക്കുന്നവരായി തീരുവാനായിട്ട് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നാമത്തിൽ ആമേൻ. കർത്താവിന്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ചു വായിക്കുക, ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവിന്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. ഏശയ്യാ 34 അധ്യായം 16 തിരുവചനം. പിതാവായ ദൈവമേ, അങ്ങയുടെ വചനങ്ങൾ ശാശ്വതമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ അങ്ങയുടെ ആത്മാവിനാൽ വിവേചിതമായ വചനങ്ങൾ ഞങ്ങൾക്ക് പ്രകാശവും ശക്തിയും വഴികാട്ടിയുമാണ്. അങ്ങയുടെ വചനങ്ങൾ സൗഖ്യദായകമാണ്. അങ്ങയുടെ അധരത്തിൽ നിന്നും പുറപ്പെട്ട വചനങ്ങൾ എല്ലാ തിന്മയുടെ അന്ധകാര ശക്തികളെയും നിർവീര്യമാക്കാൻ പര്യാപ്തമാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അങ്ങയുടെ വചനമാണ്. സകലത്തെയും നിയന്ത്രിക്കുന്നത് അങ്ങയുടെ വചനമാണ്. അങ്ങയുടെ വചനം തന്നെയാണ് മാംസമായി ക്രിസ്തുവായി മണ്ണിൽ അവതരിച്ചത്. വചനമായ ദൈവമേ, ഞങ്ങളെ എല്ലാവരെയും അങ്ങയുടെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ചിതറിപ്പോയ ഞങ്ങളെ ഒരാട്ടിൻപറ്റം പോലെ ഒരുമിച്ച് കൂട്ടുന്ന നല്ല ഇടയനായ യേശുവെ, ഞങ്ങളിൽ കനിയണമേ. ഞങ്ങളുടെ ശംഷാബാദ് രൂപതയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. റാഫേൽ തക്കൽ പിതാവിനെയും വൈദിക സമർപ്പിത സമൂഹങ്ങളെയും എല്ലാ ആത്മായ ദൈവജനത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ വിശ്വാസത്തോടെയും ബോധ്യത്തോടെയും അങ്ങയുടെ വചനങ്ങൾക്കും കൽപ്പനകൾക്കും അനുസൃതമായി
ജീവിക്കുവാനും ഭാരതം മുഴുവനും ഞങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ വചനത്തിന് സാക്ഷികളാകാനും ഞങ്ങൾക്കിടയാക്കണമേ. പരിശുദ്ധാത്മാവിന്റെ പ്രയത്നങ്ങൾക്ക് വിധേയരായി വിശുദ്ധ ജീവിതം നയിക്കുവാനും അനേകരെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതിനും ഞങ്ങളുടെ ജീവിതം രൂപപ്പെടുത്തണമേ. അങ്ങയുടെ സ്നേഹവും സമാധാനവും സന്തോഷവും ഞങ്ങളിലും ഞങ്ങളുടെ രൂപതയിലും കുടുംബങ്ങളിലും സമൃദ്ധമായി വർഷിക്കണമേ. ആത്മീയവും ഭൗതികവുമായ പ്രഭാവനങ്ങൾ നിറയ്ക്കണമേ. രോഗങ്ങളിലും മറ്റു പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരെയും ശക്തിപ്പെടുത്തണമേ. സ്വർഗരാജ്യം ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമ്മേ. ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ. അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ. അവിടുത്തെ ദ്വേഷിക്കുന്നവർ അവിടുത്തെ മുൻപിൽ നിന്ന് ഓടിപ്പോകട്ടെ. സങ്കീർത്തനങ്ങൾ 68:1. പേടകം പുറപ്പെട്ടപ്പോഴെല്ലാം മോശ പ്രാർത്ഥിച്ചു, കർത്താവേ, ഉണരുക, അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അങ്ങയെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ. കർത്താവായി ദൈവമേ, ഈ നിമിഷം ഈ രൂപതയിലെ ഓരോ വിശ്വാസിയും അങ്ങേ തിരുമുമ്പിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൽ അവരവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും അങ്ങേ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുവാനും കർത്താവായ ദൈവമേ, ഈ രൂപതയിലെ ഓരോ വിശ്വാസിയെയും സഹായിക്കണമേ. ആമേൻ.